ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോലീസിനൊപ്പം റവന്യൂ വകുപ്പും പരിശോധന നടത്തുന്നു. ഭൂമി ഇടപാടുകളുടെ രേഖകളാണ് റവന്യൂ വകുപ്പ് പരിശോധിക്കുന്നത്. ഇടപാടുകളിൽ ദുരൂഹത ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രേഖകൾ പിടിച്ചെടുത്തുവെന്നും സൂചനയുണ്ട്. താൻ ചെറിയ കണ്ണി മാത്രമാണെന്നും ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണെന്നും പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അന്വേഷണത്തിലൂടെ എല്ലാം പുറത്തുവരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടും പറഞ്ഞു. ഒന്നും പറയാനില്ല. അന്വേഷണത്തിലൂടെ എല്ലാം സിജോ വി ജോൺ ചേരുന്നു. സിജോ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് മണിക്കൂറുകൾ നീളുകയാണ്. ഇപ്പോഴും തെരച്ചിൽ പരിശോധന തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, റവന്യൂ വകുപ്പ് അങ്ങോട്ടെത്തുന്നു. എന്താണ് റവന്യൂ വകുപ്പ് എത്താൻ കാരണം? ഇപ്പോൾ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ രേഖകളിലെ ക്രമക്കേടൊക്കെ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഏറ്റവും നിർണായകമായിട്ടുള്ള എന്താണ് പോറ്റിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്? ശബരിമലയിൽ തട്ടിപ്പ് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചുവെന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. ഇത്തരത്തിൽ ലഭിച്ച പണം പോറ്റി വസ്തുവകകൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചതായും ചില സൂചനകൾ ലഭിച്ചിരുന്നു. വിവിധയിടങ്ങളിൽ പോറ്റി സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട്, വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതിനായാണ് റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘവും ഈ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. സുപ്രധാനമായ ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു കാര്യവും ഈ റവന്യൂ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ രേഖകളിലൊക്കെ ഇനി വിശദമായ പരിശോധന ആവശ്യമുണ്ട്. കാരണം എങ്ങനെയാണ് ഇത്രയും വസ്തുവകകളൊക്കെ വാങ്ങിയിട്ടുള്ളത്, അതിന്റെ സോഴ്സസ് എന്താണ് എന്നുള്ളതെല്ലാം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പിടിച്ചെടുത്ത രേഖകളിൽ വിശദമായ പരിശോധന നടത്തുമെന്നാണ് ഈ റവന്യൂ സംഘം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. 3:30-ക്കാണ് അന്വേഷണ സംഘം അവിടെ എത്തുന്നത്. മണിക്കൂറുകളോളം പരിശോധിച്ചു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ 2 ദിവസങ്ങളായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ഇത് വീണ്ടും തുടരുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, സിജോ.